വിവാഹിതരായ യുവതികളുടെ സംരക്ഷണം ഭർത്താവിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ? അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായാൽ ആത്മഹത്യ ചെയ്യാനോ വധിക്കപ്പെടാനോ വിധിക്കപ്പെട്ടവളാണോ സ്ത്രീകൾ? മകൾ ഭർത്തൃവീട്ടിൽ ക്രൂരമായ പീഡനം അനുഭവിക്കുന്നതറിഞ്ഞാൽ അവളെ ചേർത്തു നിർത്താൻ എത്ര മാതാപിതാക്കൾ തയ്യാറാകാറുണ്ട്? പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചാൽ ഉത്തരവാദിത്തം കഴിഞ്ഞെന്ന് കരുതുന്ന പല അച്ഛനമ്മമാരെയും കാണാം. പിന്നീട് അവരുടെ കുടുംബജീവിതം താളം തെറ്റിയാൽ സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് യുവതികൾക്ക് പഴി കേൾക്കേണ്ടി വരും. ആലപ്പുഴയിൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിലെത്തിയ മകളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം ഒരച്ഛൻ ചെയ്തത് അങ്ങേയറ്റം ക്രൂരതയാണ്. ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശി ജോസ്മോൻ മകൾ ഏഞ്ചലിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിയുടെ നീക്കം എങ്ങനെയാണ് പൊളിഞ്ഞത്? മകളെ ജോസ്മോൻ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലെത്തുന്ന യുവതികൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കാറുണ്ട്. മാതാപിതാക്കളുടെ പിന്തുണയും താങ്ങും തണലും ലഭിച്ചില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും ചിലർ ചിന്തിച്ചു പോകും. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചൽ ജാസ്മിൻ എന്ന 28-കാരി ഭർത്താവുമായി പിണങ്ങി വീട്ടിലെത്തിയതാണ്. പിന്നീട് കേട്ടത് അവളുടെ മരണവാർത്ത. ദാമ്പത്യബന്ധം തകർന്നതിൻ്റെ മനോവിഷമത്തിൽ യുവതി ജീവനൊടുക്കിയതാകാമെന്നാണ് കരുതിയത്. എന്നാൽ പിതാവ് ജോസ് മകളെ ആശുപത്രിയിൽ എത്തിച്ചത് ഹൃദയസ്തംഭനമെന്ന് പറഞ്ഞാണ്. ഡോക്ടർമാർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏഞ്ചലിൻ്റേത് കൊലപാതകമെന്ന് തെളിഞ്ഞു. ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പിതാവ് ജോസ് മകളെ കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. ചൊവ്വാഴ്ച രാത്രി ജോസ്മോനും ഏഞ്ചലും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിനിടെ കഴുത്തിൽ തോർത്തുകുരുക്കി കൊലപ്പെടുത്തിയെന്നാണ് ജോസ് പോലീസിന് നൽകിയ മൊഴി. സംഭവം ഒരു രാത്രി ആരുമറിയാതെ മൂടിവെച്ചു. മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ജോസ്മോൻ തന്നെയാണ് അയൽവാസികളെ വീട്ടിലേക്ക് വിളിച്ചത്. രാവിലെ 7 മണിയോടുകൂടി താൻ എത്തുമ്പോൾ ഏഞ്ചലിനെ കട്ടിലിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം ഇമ്മാനുവൽ ന്യൂസ് 18നോട് പറഞ്ഞു. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഒരു ഊഹത്തിലെത്തിയത് ഈ കുട്ടി കിടന്നുറങ്ങുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്നിട്ടുണ്ടാകണം എന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ആരാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. ശരീരം സ്റ്റിഫായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനവിടെ ചെല്ലുമ്പോൾ ഏകദേശം 7 മണിയായി. കൃത്യസമയം ഓർക്കുന്നില്ല, എങ്കിലും 7 മണിനോട് അടുത്ത സമയമാണ്. അപ്പൊ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. പോലീസ് പരിശോധന നടത്തുമ്പോൾ മൃതദേഹം മരവിച്ച അവസ്ഥയിലായിരുന്നു. രാത്രിയിലാണ് കൊലപാതകം നടന്നതെന്നാണ് നിഗമനം. ഏഞ്ചലും രക്ഷകർത്താക്കളും പിതാവിന്റെ മാതാപിതാക്കളുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. സംശയിക്കേണ്ട ഒരു കാര്യം തോന്നിയില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ വീട്ടിൽ ഈ പെൺകുട്ടിയെ കൂടാതെ അച്ഛനും അമ്മയും, അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അമ്മയും ആണുള്ളത്. വേറെ ആരുമില്ല. മാത്രമല്ല അതൊരു വഴക്ക ബഹളമൊന്നും നടക്കുന്ന ഒരു വീടല്ല. ആരുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു ചരിത്രമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ഈ പെണ്ണിന്റെ അച്ഛനാണെങ്കിൽ മദ്യപിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നയാളല്ല. ഹൃദയസ്തംഭനം എന്നാണ് ഇവർ ആശുപത്രിയിൽ നൽകിയ വിശദീകരണം. പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിനിടെ ജോസ്മോൻ കുറ്റം സമ്മതിച്ചു. ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസി ജീവനക്കാരിയായിരുന്നു ഏഞ്ചൽ. ഭർത്താവുമായി പിണങ്ങി 2 മാസത്തോളമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല ആ പരിസരവാസികൾക്കും ഇതറിയുന്ന, അയാളെ അറിയുന്ന നാട്ടുകാർക്കും ഒക്കെ അത്ഭുതമാണ്. എന്തെങ്കിലും ഇതിനു മുമ്പ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലും പെട്ടിട്ടുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ന്യൂസ് 18 ആലപ്പുഴ. സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് കൊല്ലത്തെ വിസ്മയുടെ മുഖമാണല്ലേ. ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ആ പെൺകുട്ടിക്ക് സ്ത്രീധനമായി കാറും പണവും സ്വർണവും ഒക്കെ നൽകിയാണ് വിവാഹം കഴിപ്പിച്ചയച്ചത്.
എന്നിട്ടും അവൾ ഭർത്തൃ വീട്ടിൽ കൊടിയ പീഡനത്തിനിരയായി. ഒടുവിൽ ആത്മഹത്യയും. വിസ്മയ ജീവനൊടുക്കിയ കേസിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഭർത്താവ് കിരൺകുമാറിന് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചപ്പോൾ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് നമ്മൾ കരുതി. എന്നാൽ പ്രതിക്ക് സർക്കാർ പരോൾ അനുവദിച്ചതിന് പിന്നാലെ കോടതി ജാമ്യവും നൽകിയിരിക്കുന്നു. കിരൺകുമാറിൻ്റെ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിയുടെ അപ്പീലിൽ ഹൈക്കോടതി വിധി വരുന്നതുവരെയാണ് ജാമ്യം. BAMS വിദ്യാർത്ഥിനിയായ വിസ്മയ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് കിരൺകുമാറിനെ 10 വർഷത്തെ തടവിനാണ് കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇതിനെതിരെ കിരൺകുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീലിൽ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രതിക്ക് കോടതി ജാമ്യവും അനുവദിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കാനോ അഭിമുഖം നൽകാനോ പാടില്ല എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ജാമ്യം. നേരത്തെ കേസിൽ കിരൺകുമാറിന് കോടതി പരോളും അനുവദിച്ചിരുന്നു. പ്രതിക്ക് ജാമ്യം ലഭിച്ചതോടെ മകൾക്ക് നീതി നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് വിസ്മയുടെ കുടുംബം. കൊല്ലം പോരുവഴിയിലെ ഭർത്തൃവീട്ടിൽ 2021 ജൂൺ 21 വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനമായി നൽകിയ കാറിൽ തൃപ്തനല്ലാത്തതിനാലും വാഗ്ദാനം ചെയ്ത സ്വർണം ലഭിക്കാത്തതിനാലും ഭാര്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 2022 മെയ് 23 കിരൺകുമാറിനെ 10 വർഷത്തെ തടവിന് വിചാരണ കോടതി ശിക്ഷിച്ചത്. 12.5 ലക്ഷം രൂപ പിഴയും ചുമത്തി. മോട്ടോർ വാഹന വകുപ്പിൽ AMVI ആയിരുന്ന കിരൺകുമാറിനെ കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്നും അതിനാൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കിരൺകുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കൊന്നതല്ല, അയാൾ ആത്മഹത്യ ചെയ്തതാണ്. കുഴിച്ചു മൂടാതെ മറ്റു വഴിയില്ലായിരുന്നു. കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ പോലീസ് തിരയുമ്പോൾ അയാൾ ഇങ്ങനെ ന്യായീകരണം നടത്തി രംഗത്തെത്തിയിരിക്കുന്നു. നിലവിൽ വിദേശത്തുള്ള നൌഷാദ് ഫേസ്ബുക്ക് വീഡിയോ വഴിയാണ് ഇക്കാര്യം പറഞ്ഞത്. താൻ ഒളിച്ചോടിയിട്ടില്ലെന്നും 2 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ഗൾഫിലേക്ക് വന്നതെന്നും തിരിച്ചെത്തിയാൽ പോലീസിൽ കീഴടങ്ങുമെന്നും നൌഷാദ് വീഡിയോയിൽ പറയുന്നുണ്ട്. 1.5 വർഷം മുൻപ് കോഴിക്കോട്ട് നിന്ന് കാണാതായ വയനാട് സ്വദേശി ഹേമചന്ദ്രൻ്റെ മൃതദേഹം ദിവസങ്ങൾക്ക് മുൻപാണ് നീലഗിരിയിലെ ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 2 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കോഴിക്കോട് മായനാട് നിന്ന് കാണാതായ ശേഷം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയ ഹേമേന്ദ്രനെ കൊലപ്പെടുത്തിയതല്ലെന്ന അവകാശവാദവുമായാണ് കേസിലെ മുഖ്യപ്രതി നൌഷാദ് രംഗത്തെത്തിയത്. സൗദിയിൽ നിന്ന് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് നൌഷാദിന്റെ അവകാശവാദം. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ഗൾഫിലെത്തിയതെന്നും പോലീസിന് മുമ്പിൽ ഹാജരാകുമെന്നും നൌഷാദ് വീഡിയോയിൽ പറയുന്നു. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും നൌഷാദ് ആവശ്യപ്പെടുന്നുണ്ട്. കൊലക്കേസിൽ 1-ാം പ്രതി എന്നറിയപ്പെടുന്ന നൌഷാദാണ് ഞാൻ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടുമില്ല, മുങ്ങിയിട്ടുമില്ല. ഞാനിവിടെ 2 മാസത്തെ വിസിറ്റിങ്ങിന് ജോലിക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു വരുന്നതൊക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. താനും സുഹൃത്തുക്കളും അടക്കം 30ഓളം പേർക്ക് ഹേമേന്ദ്രൻ പണം നൽകാനുണ്ടായിരുന്നു. ഈ പണം തരാമെന്ന് പറഞ്ഞ് പലയിടങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ പണം കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഹേമേന്ദ്രനിൽ നിന്ന് കരാർ എഴുതി ഒപ്പിട്ടു വാങ്ങി. തുടർന്ന് ഇയാളെ വീട്ടിൽ കൊണ്ടുവിട്ടതിന്റെ ലൊക്കേഷൻ തെളിവ് പോലീസിന്റെ കയ്യിലുണ്ട്. എന്നാൽ അതിനു പിന്നാലെ മൈസൂരുവിൽ നിന്ന് പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഹേമേന്ദ്രൻ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഒരു ദിവസം ബത്തേരിയിലെ വീട്ടിൽ കിടക്കാൻ അനുവാദം ചോദിച്ചു. അയാൾക്ക് ഭക്ഷണം വരെ വാങ്ങി നൽകി. രാവിലെ നോക്കുമ്പോഴാണ് ഹേമേന്ദ്രനെ ആത്മഹത്യ നിലയിൽ കണ്ടത്. ആത്മഹത്യ ചെയ്യാനായി ഹേമേന്ദ്രൻ മനഃപൂർവ്വം അങ്ങോട്ട് വന്നതായിരുന്നെന്നും നൌഷാദ് പറയുന്നു. കുഴിച്ചിടുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് കണ്ടാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് മൃതദേഹം മറവ് ചെയ്തത്. ചെയ്ത തെറ്റിന് ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. എന്നാൽ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കാൻ തയ്യാറല്ലെന്നും നൌഷാദ് വീഡിയോയിൽ പറയുന്നു. അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു. ഇല്ലെങ്കിൽ അയാൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അയാൾക്ക് ഇറങ്ങി പോകായിരുന്നു. എല്ലാ സൗകര്യമുണ്ട്. അയാൾക്കൊരു ആത്മഹത്യ ചെയ്യാൻ പറ്റിയൊരു സൗകര്യം നോക്കി നടന്നതാണ്.
ഇതിന് ശേഷം എന്ത് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത് സൂഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ട് അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഫേസ്ബുക്കിൽ മറ്റൊരു ഗ്രൂപ്പും നൌഷാദ് പോസ്റ്റ് ചെയ്തു. ഗൾഫിൽ വന്നത് വിസിറ്റിംഗ് വിസയിലല്ലെന്നും ജോബ് വിസയിലാണെന്നും ഇതിൽ പറയുന്നു. ഹേമേന്ദ്രൻ ചിട്ടി നടത്തിപ്പുകാരനല്ല, കള്ളപ്പണ ഇടപാടുകാരനാണെന്നും നൌഷാദ് ആരോപിച്ചു. വയനാട് ബത്തേരി സ്വദേശി ഹേമേന്ദ്രന്റെ മൃതദേഹം ദിവസങ്ങൾക്ക് മുമ്പാണ് നീലഗിരിയിലെ ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ജ്യോതിഷ് കുമാർ, BS അജേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നൌഷാദാണ് കേസിലെ മുഖ്യപ്രതിയെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം പോലീസ് നടത്തിവരുന്നതിനിടെയാണ് പ്രതി വീഡിയോ പോസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 വയനാട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം, ബംഗളൂരു, പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ മികച്ച കമ്പനികളിൽ ജോലി. എന്നാൽ മൂവാറ്റുപുഴക്കാരൻ എഡിസൺ ഇതുകൊണ്ടൊന്നും തൃപ്തനായിരുന്നില്ല. അതിവേഗം പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികളായി പിന്നീട് കെറ്റാമലോൺ എന്ന പേരിൽ ഡാർക്ക് നെറ്റ് വഴി രാജ്യവ്യാപകമായി ലഹരി മരുന്ന് വിൽപ്പന, ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ. പുറം ലോകത്തിന് അജ്ഞാതമെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ലഹരി ഇടപാടിൽ ഡാർക്ക് നെറ്റിൽ രാജ്യത്ത് തന്നെ മുൻനിരക്കാരനായി എഡിസൺ. ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖലയിലെ ലെവൽ 4-ൽ ഇയാൾ എത്തിയതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ LSD ഇടപാടുകാരായ ഡോക്ടർ സിയൂസുമായി ബന്ധമുള്ള UK-യിലെ ഇടനില സംഘം ഗുങ്കാഡിനാണ് എഡിസണ് ലഹരി മരുന്ന് എത്തിച്ചിരുന്നത്. എഡിസന്റെ സംഘം ഡാർക്ക് നെറ്റ് വഴി 1 മാസം കൈകാര്യം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകളാണ്. ഓപ്പറേഷൻ മെലോണിലൂടെ NCB എഡിസനെ വലയിലാക്കിയപ്പോൾ ചുരുളഴിയുന്നത് കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ച ലഹരി ശൃംഖലയാണ്. എഡിസണൊപ്പം മറ്റൊരു മൂവാറ്റുപുഴ സ്വദേശിയെയും NCB കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാരക ലഹരി വിൽപ്പനയിലൂടെ ഡാർക്ക് നെറ്റിലെ ലെവൽ 4 വെണ്ടറായി എഡിസൺ മാറിയിരുന്നു. വിതരണം ചെയ്യുന്ന ലഹരി മരുന്നിന്റെ വിലയും അളവും അടിസ്ഥാനമാക്കി ഡാർക്ക് നെറ്റിലെ കാർട്ടലുകൾക്ക് 5 ലെവലുകൾ വരെ നൽകിയിരുന്നു. ഇതിൽ 4-മതായിരുന്നു എഡിസൺ. കുപ്രസിദ്ധ ലഹരി വിൽപ്പന സംഘം ട്രൈബ്സീസ് ഗ്രൂപ്പുമായും എഡിസന് അടുത്ത ബന്ധമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പണമിടപാടിനായി ഉപയോഗിച്ചത് മെനറോ ക്രിപ്റ്റോ കറൻസിയാണ്. 70 ലക്ഷം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 1127 ബ്ലോട്ട് LSD, 131 ഗ്രാം കെറ്റാമിൻ, ക്രിപ്റ്റോ കറൻസി എന്നിവയും പിടിച്ചെടുത്തു. അറസ്റ്റിലായ എഡിസനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സഹായിയും NCBയുടെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ മാസം 28-ന് കൊച്ചിയിലെത്തിയ 3 തപാൽ പാഴ്സലുകളിൽ നിന്ന് 280 LSD ബ്ലോട്ടുകൾ പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എഡിസണാണ് ഡാർക്ക് നെറ്റ് വഴി പാഴ്സലുകൾ ഓർഡർ ചെയ്തതെന്ന് വ്യക്തമായി. അടുത്ത ദിവസം എഡിസന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ ലഹരി വസ്തുക്കളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തത്. ന്യൂസ് 18 കൊച്ചി. നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാമെന്ന് തീരുമാനമെടുക്കുന്ന കാമുകന്മാരുണ്ട്. പ്രത്യേകിച്ച് വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുന്ന കമിതാക്കളാണ് ഇങ്ങനെ കൂട്ട ആത്മഹത്യ ചെയ്യുന്നത്. കണ്ണൂർ പെരിയാട്ടടുക്കത്തെ രാജേഷ് ഭർത്തൃമതിയായ കാമുകിക്കൊപ്പം വളപട്ടണം പുഴയിൽ ചാടിയത് ജീവനൊടുക്കാൻ വേണ്ടിയാണ്. ഞായറാഴ്ച രാവിലെയാണ് രാജേഷിനെയും ഭർത്തൃമതിയായ യുവതിയെയും പെരിയാട്ടടുക്കത്തു നിന്ന് കാണാതായത്. എന്നാൽ യുവതിയെ വളപട്ടണം പുഴയിൽ നിന്ന് പരിസരവാസികൾ രക്ഷപ്പെടുത്തിയെങ്കിലും രാജേഷിനെ പഴയങ്ങാടി മാട്ടൂർ കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പനയാൽ പെരിയട്ടടുക്കത്തെ രാജു എന്ന രാജേഷിന്റെ മൃതദേഹമാണ് പഴയങ്ങാടി മാട്ടൂൽ കടപ്പുറത്ത് കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കളാണ് മൃതദേഹം രാജുവിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. കമിഴ്ന്നു കിടന്ന നിലയിൽ കാണപ്പെട്ട മൃതദേഹത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച രാവിലെയാണ് രാജുവിനെയും ഭർത്തൃമതിയായ യുവതിയെയും പെരിയട്ടടുക്കത്ത് നിന്ന് കാണാതായത്. ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെ തിങ്കളാഴ്ച പുലർച്ചെ യുവതിയെ വളപട്ടണം പുഴയിൽ നിന്ന് പരിസരവാസികൾ രക്ഷപ്പെടുത്തിയിരുന്നു. വിവരമറിഞ്ഞ് ബേക്കൽ പോലീസ് എത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. താനും രാജുവും ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്നും
പിന്നീട് പള്ളിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗം വളവട്ടത്തെത്തിയെന്നുമാണ് യുവതിയുടെ മൊഴി. രാത്രി 12 മണിയോടെ ഇരുവരും പുഴയിൽ ചാടിയെന്നും മൊഴിയിൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ സ്വന്തം ഇഷ്ടത്തിന് വിടുകയും യുവതി ഭർത്താവിനൊപ്പം പോവുകയും ചെയ്തു. ഇതിനിടയിൽ രാജുവിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് മൃതദേഹം മാട്ടൂൽ കടപ്പുറത്ത് കണ്ടെത്തിയത്. രാജുവിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കാസർഗോഡ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുള്ള വീട്ടിൽ കാമുകനെയും സുഹൃത്തുക്കളെയും താമസിപ്പിക്കുന്ന സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് തകർക്കുന്നത്. കാരണം രണ്ടാനച്ഛൻ്റെയും അമ്മയുടെ കാമുകൻ്റെയും ചതിക്കിരകളാകുന്ന ഒട്ടേറെ കുട്ടികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുള്ളതാണ്. കൊല്ലം പുനലൂരിൽ അമ്മയുടെ സുഹൃത്ത് 16-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതാണ് ഒടുവിലത്തെ സംഭവം. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി കരവാളൂർ സ്വദേശി സജീദിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് പ്രതി പിടിയിലായത്. പെൺകുട്ടിയുടെ അമ്മ വിവാഹമോചിതയാണ്. പ്രതി സജീദ് കഴിഞ്ഞ 10 വർഷത്തോളമായി ഇവരോട് അടുപ്പം പുലർത്തി വരികയാണ്. 2022 ഇയാൾ ആദ്യം പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സജീദ് ലൈംഗികമായി ഉപദ്രവിക്കുകയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി നിരവധി തവണ പീഡിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. പെൺകുട്ടി പ്രായപൂർത്തിയായതിനു ശേഷവും പ്രതി പലയിടങ്ങളിലെത്തിച്ച് പീഡിപ്പിക്കുകയും വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പെൺകുട്ടി പുനലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും സജാദ് ഒളിവിൽ പോയി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. കുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചം പകരേണ്ടവരാണ് അധ്യാപകർ. എന്നാൽ മുംബൈയിലെ +1 വിദ്യാർത്ഥിയുടെ ജീവിതം ഇരുട്ടിലാക്കിയ ഒരു അധ്യാപികയെക്കുറിച്ച് കേട്ടു. 16-കാരനെ സ്നേഹം നടിച്ച ടീച്ചർ പഞ്ചനക്ഷത്ര ഹോട്ടലിലുൾപ്പെടെ കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. 1 വർഷത്തോളമാണ് ടീച്ചറും കൂട്ടുകാരിയും ചേർന്ന് കുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ മുംബൈയിലെ പ്രമുഖ സ്കൂളിലെ അധ്യാപിക പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായി. അധ്യാപികയുടെ സുഹൃത്തായ യുവതിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുംബൈയിലെ പ്രമുഖ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ 40 വയസ്സുകാരിയാണ് അറസ്റ്റിലായത്. ഇവർ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. അധ്യാപികയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായതോടെയാണ് വിദ്യാർത്ഥി വീട്ടുകാരോട് വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് വീട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. അധ്യാപികയുടെ സുഹൃത്തായ യുവതിക്കെതിരെയും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ൽ സ്കൂളിലെ വാർഷികാഘോഷത്തിനുള്ള നൃത്തപരിശീലനത്തിനിടെയാണ് അധ്യാപികയും വിദ്യാർത്ഥിയും ആദ്യം പരിചയത്തിലായത്. അധ്യാപികയുടെ അതിക്രമം വിദ്യാർത്ഥി ആദ്യമൊക്കെ എതിർത്തെങ്കിലും അനുനയിപ്പിക്കാനും അടുപ്പം തുടരാനുമായി സ്കൂളിന് പുറത്തുള്ള തന്റെ സുഹൃത്തായ ഒരു യുവതിയെ അധ്യാപിക ചുമതലപ്പെടുത്തുകയായിരുന്നു. ഈ യുവതി വിദ്യാർത്ഥിയുമായി നിരന്തരം സംസാരിക്കുകയും അധ്യാപികയുമായുള്ള ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മുംബൈയിലെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലടക്കം അധ്യാപിക വിദ്യാർത്ഥിയെ കൊണ്ടുപോയിരുന്നു. കാറിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിവസ്ത്രനാക്കി ഉപദ്രവിച്ചെന്നും മദ്യം കുടിപ്പിച്ചെന്നും പരാതിയിലുണ്ട്. അധ്യാപികയുടെ നിരന്തരമായ പീഡനം കാരണം വിദ്യാർത്ഥിക്ക് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഇതിന് അധ്യാപിക തന്നെ മരുന്ന് നൽകിയിരുന്നതായും പോലീസ് പറഞ്ഞു. അധ്യാപികയുടെ കാറും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിൽ മാറ്റം ശ്രദ്ധയിൽപ്പെട്ട കുടുംബം ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. മകൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതോടെ അധ്യാപിക ശല്യപ്പെടുത്തുന്നു നിർത്തുമെന്ന് കരുതിയ കുടുംബം സംഭവം ആദ്യം രഹസ്യമായി സൂക്ഷിച്ചു. എന്നാൽ 12ാം ക്ലാസ് പരീക്ഷ പാസ്സായ ശേഷവും വിദ്യാർത്ഥിയെ അധ്യാപിക ശല്യപ്പെടുത്തുകയായിരുന്നു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് അധ്യാപികയെ അറസ്റ്റ് ചെയ്തത്.
ന്യൂസ് 18 മുംബൈ. മലപ്പുറത്തെ കാമുകിയെ കാണാനായി ബൈക്ക് മോഷ്ടിച്ച ഒരു വിരുദ്ധനെക്കുറിച്ച് കേട്ടു. കാഞ്ഞിരപ്പള്ളി സ്വദേശി അജ്മൽ ഷാജഹാനാണ് കൂട്ടുകാരനായ ശ്രീജിത്തിനെയും കുട്ടി വിദഗ്ധമായി ബൈക്ക് മോഷ്ടിച്ചത്. എന്നാൽ എറണാകുളത്തു നിന്നും ഇരുവരും കുറ്റിപ്പുറം എത്തിയതോടെ പോലീസിന്റെ പിടി വീണു. ബൈക്കിന്റെ 2 നമ്പർ പ്ലേറ്റുകളും ഊരി മാറ്റിയാണ് മോഷ്ടാക്കൾ ബൈക്കുമായി പോയത്. വാഹനം മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്തെ ഫ്ളാറ്റിന് മുമ്പിലിരുന്ന പൾസർ ബൈക്ക് മോഷ്ടിച്ച് മലപ്പുറത്തെ കാമുകിയെ കാണാൻ പോകുന്നതിനിടയിൽ കുറ്റിപ്പുറം പോലീസ് വാഹന പരിശോധന നടത്തുമ്പോഴാണ് പ്രതികളെ പിടികൂടിയത്. കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ അജ്മൽ ഷാജഹാൻ, ശ്രീജിത്ത് എന്നിവരെയാണ് പോലീസ് വലയിലാക്കിയത്. ബൈക്കിന്റെ 2 നമ്പർ പ്ലേറ്റുകളും ഊരിമാറ്റിയാണ് ഇവർ ബൈക്കുമായി പോയത്. കുറ്റിപ്പുറത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ SI അയ്യപ്പൻ, CPO രഘു എന്നിവർക്ക് തോന്നിയ സംശയമാണ് പ്രതികളെ പിടികൂടാൻ കാരണമായത്. പോലീസിനെ കണ്ട് വെട്ടിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വാഹനം കുറുകെയിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. പിടികൂടുന്നതിനിടയിൽ ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് തന്ത്രപരമായി വിളിച്ചു വരുത്തി. ഈ സമയം മോഷണമറിയാതെ ബൈക്കിന്റെ ഉടമ ഫ്ളാറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. പോലീസ് ഫോണിൽ വിളിച്ചപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം ഉടമയെ അറിയുന്നത്. വാഹനം മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ കേസിലെ 2 പ്രതികൾക്കും ഇടപ്പള്ളി, കോട്ടയം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളുള്ളതായി വ്യക്തമായി. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. അയൽവാസികൾ തമ്മിൽ കലഹമുണ്ടായാൽ പിന്നെ ഉള്ള സമാധാനം പോകും. വഴക്കും അടിയും തിരിച്ചടിയുമായി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും. കൊല്ലം പുനലൂരിൽ മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ അയൽവാസികൾ ഒരു വീട്ടിൽ കയറി കാട്ടിക്കുട്ടിയ പരാക്രമം ഭയപ്പെടുത്തുന്നതാണ്. പുനലൂർ കൂരിയോട് മലയിലാണ് സ്ത്രീകൾ അടങ്ങുന്ന കുടുംബത്തെ ആക്രമിച്ചത്. വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കും സ്കൂട്ടറുകളും തല്ലി തകർക്കുകയും വെട്ടുകത്തികൊണ്ട് വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. വീട്ടുപകരണങ്ങളും നശിപ്പിച്ചാണ് സംഘം സ്ഥലം വിട്ടത്. സംഭവത്തിൽ പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ അയൽവാസികൾ സംഘമായി ചേർന്ന് വീട്ടിലെത്തി ആക്രമിച്ചതായാണ് പരാതി. വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കും സ്കൂട്ടറും തള്ളിയിട്ട് തല്ലിത്തകർക്കുകയും വെട്ടുകത്തികൊണ്ട് വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. സമീപത്തുണ്ടായിരുന്ന പുല്ലുവെട്ടി യന്ത്രവും നശിപ്പിച്ചു. തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി പാത്രങ്ങളും ഫാനും കസേരയും ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളും നശിപ്പിച്ചതായി റാണി പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങുക. ഉറങ്ങിയപ്പോ എന്റെ മോൻ, അമ്മ എന്റെ വീട് ആക്രമിക്കുന്നമ്മ എന്ന് പറഞ്ഞ് ഓടിക്കേറി ഇവിടെ വന്ന്. എന്തു മക്കളെ കാര്യം എന്ന് വെച്ചപ്പോ അത് എനിക്ക് അറിയത്തില്ല അമ്മ എന്ന് പറഞ്ഞു. ഞാൻ എന്തോടാ നമ്മൾ താഴെ പോയപ്പോ ആ വീട് മൊത്തം നശിപ്പിച്ചിട്ടേക്കും. എന്റെ കുഞ്ഞിന്റെ വണ്ടി മൊത്തം അടിച്ച് തകർത്ത്. എന്റെ കൊച്ചിനെ വെട്ടാൻ ഓട്ടിക്കും. എന്റെ കുഞ്ഞിന്റെ ഇവിടെ വെട്ടിയിട്ട് കത്താളും കൊണ്ട് എന്റെ വീട്ടിൽ കയറി വന്ന് ഇത് മൊത്തം അടിച്ച് തകർത്ത്. പൈപ്പ് വെട്ടി, വണ്ടി വെട്ടി, ശ്യാമെന്ന് പറഞ്ഞ ചെറുക്കൻ. അപ്പൊ തൊട്ട് താഴെ ഉള്ളതാ. സംഭവം അറിഞ്ഞെത്തിയ പോലീസിനോടും അക്രമികൾ അപമര്യാദയായി പെരുമാറിയതായാണ് പരാതി. ആക്രമണത്തിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പരാതിയിൽ പറയുന്നു. പുനലൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പുനലൂർ. കൊല്ലത്ത് വ്യക്തിവൈരാഗ്യത്താൽ യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. കയ്യാലക്കൽ സ്വദേശി സജീർ, ഇരുപൂരം സ്വദേശി ഷഹർ എന്നിവർക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 27 രാത്രിയിൽ സജീർ, ഷഹർ എന്നിവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. ചകിരിക്കട ത്രിവേണിമുക്കിലായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ സംഘങ്ങളുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്.
പിടിച്ചുമാറ്റാനായി ശ്രമിക്കുന്നവരും പിന്നീട് യുവാക്കളെ മർദ്ദിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ ഇരവിപുരം പോലീസ് കേസെടുത്തു. ഇരവിപുരം സ്വദേശികളായ കുഞ്ഞുമോൻ, കിട്ടു, അജ്മൽ, സാനു എന്നിവരുടെ പേരിലാണ് കേസ്. ഇതിൽ കിട്ടു ഒഴികെ മറ്റ് 3 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. മർദ്ദനത്തിൽ കടയുടെ ഷട്ടറിനോട് ചേർത്ത് നിർത്തി താക്കോൽ കൊണ്ട് മുഖത്തിടിച്ച് മുറിവേൽപ്പിച്ചെന്നും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് പറയുന്നതിങ്ങനെ: സാധനങ്ങൾ വാങ്ങാനെത്തിയ സജീറും സുഹൃത്ത് ഷഹറും തെരുവ് നായ്ക്കൾക്ക് മുൻപ് ആഹാരം നൽകിയിരുന്നു. ഇത് പ്രതികളിൽ ഒരാൾ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണ കാരണം. സജീറും ഷഹറും പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരുടെ പരാതിയെ തുടർന്ന് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ പ്രതികൾ റിമാൻഡിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ജോലി ചെയ്യുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ദൈവത്തിന് നൽകുന്നവരുണ്ട്. ആരാധനാലയങ്ങളിൽ നേർച്ചയായോ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായമായോ പണം നൽകുന്നവർ. ഇങ്ങനെയുള്ള ഒരു മര്യാദക്കാരനായ കള്ളനെക്കുറിച്ച് കേട്ടു. പാലക്കാട് കുരുക്കല്ലൂരിലാണ് ക്ഷേത്രത്തിൽ നിന്ന് കവർന്ന കുറച്ച് തുക വഴിപാടിനായി മോഷ്ടാവ് നൽകിയത്. കുരുക്കല്ലൂർ മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലിൻ്റെ ഭണ്ഡാരങ്ങൾ തകർത്തായിരുന്നു മോഷണം. അതേസമയം തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ പൂട്ടിക്കിടന്ന ക്രഷർ യൂണിറ്റിൽ നിന്ന് യന്ത്രസാമഗ്രികൾ മോഷ്ടിക്കുന്നതിനിടെ മോഷണ സംഘം പിടിയിലായി. 4 പേരടങ്ങുന്ന തസ്കര സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. മുളയങ്കാവ് ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ മുറ്റത്തും കോവിൽ കവാടത്തിലെ ആൽത്തറയിലുമുള്ള ഭണ്ഡാരങ്ങളാണ് കുത്തിപ്പൊളിച്ചത്. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ഏകദേശം 5000-ലധികം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാർഡംഗങ്ങളായ കെ ബാലഗംഗാധരൻ, കെ വേണുഗോപാൽ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. മോഷണത്തിന് ശേഷം കുറച്ച് ചില്ലറ നാണയങ്ങൾ വഴിപാട് കൗണ്ടറിൽ വെച്ചിട്ടാണ് മോഷ്ടാവ് പോയത്. തൃത്താല പടിഞ്ഞാറങ്ങാടി പാറക്കുളത്തെ ഗ്രാനൈറ്റ് ക്രഷർ യൂണിറ്റിൽ പുലർച്ചെ 2 മണിയോടെയാണ് 4 പേർ അതിക്രമിച്ചു കയറിയത്. യന്ത്രസാമഗ്രികൾ അഴിച്ചുമാറ്റാനുള്ള വസ്തുക്കളുമായി എത്തിയ സംഘത്തെ നാട്ടുകാർ തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. തുടർന്ന് തൃത്താല പോലീസിനെ വിവരം അറിയിച്ചു. നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് ഇയാളെ പിന്നീട് വീട്ടിൽ നിന്നും പിടികൂടി. കല്ലടത്തൂർ സ്വദേശി റഫീഖ്, പറക്കുളം സ്വദേശി ഫൈസൽ, ചേകന്നൂർ സ്വദേശി ഷമീം, സൈദലവി എന്നിവരാണ് പിടിയിലായത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ക്രഷർ യൂണിറ്റിൽ മുൻപും ഇവർ മോഷണം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. മോഷ്ടിച്ച് തൃത്താല ആലൂരിലെ ആക്രിക്കടയിൽ വിറ്റ യന്ത്രസാമഗ്രികൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. 5000 രൂപയ്ക്കാണ് സാധനങ്ങൾ ഇവർ വിൽപ്പന നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഏറെക്കാലമായി പാറക്കുളത്തെ ഗ്രാനൈറ്റ് ക്രഷർ യൂണിറ്റ് പ്രവർത്തനരഹിതമാണ്. മോട്ടോറുകൾ, വയറുകൾ, ഇരുമ്പ് സാമഗ്രികൾ ഉൾപ്പെടെ 80 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ യൂണിറ്റിൽ നിന്നും കാണാതായിട്ടുണ്ടെന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം തിരൂർ നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് മോഷണ സംഘങ്ങൾ. തൃക്കണ്ടിയൂരിൽ പട്ടാപ്പകലാണ് വീടിന്റെ വാതിൽ തകർത്ത് കവർച്ച നടത്തിയത്. വീട് പൂട്ടിപ്പോയ കുടുംബം മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് 1.5 പവൻ സ്വർണ്ണമാലയും 2 ഗ്രാമിന്റെ കമ്മലും 9 വയസ്സുകാരന്റെ സമ്പാദ്യക്കുടുക്കിയിലെ പണവും ഉൾപ്പെടെ നഷ്ടമായി. തൃക്കണ്ടിയൂർ മേഖലയിൽ കവർച്ച പതിവായതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഭീമനാട് സ്വദേശി സതീഷ് ബാബുവും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് കവർച്ച നടന്നത്. സതീഷ് ബാബു ധരിച്ചിരുന്ന മാലയാണ് നഷ്ടമായത്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി അലമാരയിൽ വെച്ചതായിരുന്നു മാല. ഇദ്ദേഹത്തിന്റെ മകൻ കുട്ടിക്കാലം മുതൽ സ്വരുക്കൂട്ടിയിരുന്ന നാണയത്തുട്ടുകളുടെ സമ്പാദ്യക്കുടുക്ക 2ആയി മുറിച്ചാണ് നാണയങ്ങൾ കവർന്നിരിക്കുന്നത്. ഇതിന്റെ പകുതി ഭാഗം മുറിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. വീട്ടിലുള്ളവരെല്ലാം സതീഷിന്റെ ഭാര്യ ഷിനുവിന്റെ താനൂരിലെ വീട്ടിലേക്ക് പോയ സമയത്താണ് മോഷണം. ഷിനുവിന്റെ സ്വർണ്ണക്കമ്മൽ, വെള്ളി പാദസരം എന്നിവയും നഷ്ടമായിട്ടുണ്ട്. മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്.
കിടപ്പുമുറി അരിച്ചുപെറുക്കി പരിശോധിച്ച നിലയിലാണ്. അലമാരയിൽ സൂക്ഷിച്ചു വെച്ചതായിരുന്നു ആഭരണങ്ങളും മകന്റെ സമ്പാദ്യക്കുടുക്കയും. തിരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. 2 ആഴ്ച മുൻപ് തൃക്കണ്ടിയൂർ LIC ഓഫീസ് പരിസരത്തും പൂട്ടിക്കിടന്നിരുന്ന വീട്ടിൽ കവർച്ച നടത്തിയിരുന്നു. തിരുട്ടു സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു LIC ഓഫീസ് പരിസരത്തെ കവർച്ച. ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ പട്ടാപ്പകൽ നടന്ന കവർച്ച ആളുകളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. പ്രവാസിയായ കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി ഇബ്രാഹിം ഖലീലിന്റെ വീട് CCTV നിരീക്ഷണത്തിലാണ്. 1 വർഷം മുൻപ് മോഷണം നടന്നതോടെയാണ് വീട്ടുടമ ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ CCTVകൾ സ്ഥാപിച്ചിട്ടും കള്ളനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ആ കുടുംബം. കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുൻപ് ഫോണിൽ CCTV വീക്ഷിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി. DVR ഉൾപ്പെടെ മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളൻ വീട്ടിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്നു. കാസർഗോഡ് ചൂരി സലഫി മസ്ജിദിലും പട്ടാപ്പകൽ വൻ കവർച്ചയാണ് നടന്നത്. കാസർഗോഡ് ചൂരി സലഫി മസ്ജിദിലാണ് വൻ കവർച്ച നടന്നത്. ഓഫീസിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 3 ലക്ഷത്തോളം രൂപയും 2 പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നു. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്ലാസ്റ്റിക് പാത്രത്തിലാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത്. മേശവലിപ്പ് പൊളിച്ചാണ് മോഷണം നടത്തിയത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മച്ചമ്പാടി CM നഗറിലെ വീട്ടിലും കവർച്ച നടന്നു. അടുക്കയിലെ ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടിലെ CCTV ക്യാമറ ഉൾപ്പെടെ ഇലക്ട്രോണിക് സാധനങ്ങൾ അപഹരിക്കുകയായിരുന്നു. ഈ സമയം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്ന ഖലീലും കുടുംബവും CCTV ക്യാമറ ഫോണിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി. ഇതോടെയാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. മുകളിലത്തെ നിലയിലെ പിൻവശത്തെ വാതിൽ കമ്പിപ്പാര കൊണ്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അകത്ത് കയറിയ മോഷ്ടാക്കൾ CCTVയുടെ കണക്ഷൻ വിച്ഛേദിച്ച് DVR കൊണ്ടുപോയി. മെയ് 24 ഇവിടെ നടന്ന കവർച്ചയിൽ അലമാരയിൽ സൂക്ഷിച്ച 9 ലക്ഷം രൂപയും 6 പവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. അന്ന് 5 മുറികളുടെയും വാതിൽ കുത്തിത്തുറന്ന് സാധന സാമഗ്രികൾ വാരി വലിച്ച നിലയിലായിരുന്നു. മുകളിലെ നിലയിലെ അലമാരയിലാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത്. അലമാര ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും മോഷ്ടാക്കളെക്കുറിച്ച് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നടന്ന കവർച്ചയിൽ പോലീസ് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി കട്ടപ്പനയിലെ അശോക ലോട്ടറി ഏജൻസി പലർക്കും ഭാഗ്യം കൊണ്ടുവരുന്ന ഇടമാണ്. ഇവിടെ നിന്ന് ലോട്ടറി എടുത്തവർ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായിട്ടുണ്ട്. എന്നാൽ ഈ ഏജൻസിക്ക് ഇപ്പോൾ ഭാഗ്യക്കേടിൻ്റെ സമയമാണ്. കഴിഞ്ഞ രാത്രി ലോട്ടറി കടയിൽ നിന്നും 1 ലക്ഷം രൂപയും 3.5 ലക്ഷം രൂപയുടെ ലോട്ടറിയും മോഷണം പോയി. ഇടുക്കി കൂട്ടാർ സ്വദേശി ആക്രി ഷാജി എന്നറിയപ്പെടുന്ന ഷാജിയാണ് കവർച്ച നടത്തിയത്. കേസിൽ പ്രതിയെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടുകയും ചെയ്തു. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ഷാജി. രാത്രിയിലാണ് മോഷണം നടന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന അശോക ലോട്ടറി ഏജൻസിയുടെ പൂട്ട് തകർത്താണ് ഷാജി കടയിലെ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണവും ലോട്ടറിയും അപഹരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരിയാണ് ആദ്യം മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. മോഷണത്തിന് ശേഷം ഓട്ടോറിക്ഷയിൽ നെടുങ്കണ്ടത്തേക്ക് പോയ ഷാജി അവിടെ നിന്നും മറ്റൊരു ഓട്ടോ വിളിച്ച് കൂട്ടാറിലെ വീട്ടിലേക്ക് പോയി. നെടുങ്കണ്ടത്തെയും കട്ടപ്പനയിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇയാൾ സഞ്ചരിച്ച വാഹനങ്ങൾ മനസ്സിലാക്കുകയും ഓട്ടോ ഡ്രൈവറുടെ സഹായത്തോടു കൂടി
കൂട്ടാറിലെ വീട്ടിൽ നിന്നും ഷാജിയെ പിടികൂടുകയുമായിരുന്നു. പ്രതിയെ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുത്തു. ഇന്നലെ രാവിലെ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി കടയിൽ ഉണ്ടായ മോഷണം ഏകദേശം 1 ലക്ഷത്തിനടുത്ത് രൂപയും 4 ലക്ഷത്തിന് അടുത്ത് ലോട്ടറിയും മോഷണം പോയിരുന്നു. അതിൽ നമ്മൾ അന്നേരം അപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വളരെ ഊർജിതമായിട്ട് തന്നെ ആ കേസ് അന്വേഷണം നടത്തി. ഏകദേശം ഒരു 10 മണിക്കൂർ കൊണ്ട് തന്നെ ആ കേസിലെ പ്രതിയെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ കൂട്ടാർ സ്വദേശിയായ ഷാജിയാണ് പ്രതി. ഇയാൾക്ക് മുൻപ് നിരവധി മോഷണക്കേസിലെ പ്രതിയാണ്. PG പോലീസ് സ്റ്റേഷനിലെ ബിവറേജ് പൊട്ടിച്ച ഒരു കേസ് പ്രതിയാണ്. ന്യൂസ് 18 ഇടുക്കി. സമൂഹത്തിൽ മാതൃകയാകേണ്ടവരാണ് പൊതുപ്രവർത്തകർ. വിദ്യാർത്ഥികളുടെ ഇടയിൽ പൊതുബോധം വളർത്തേണ്ട ഇവർ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. കൊല്ലം കടക്കലിൽ 1.5 കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് പിടിയിലായത്. ചടയമംഗലം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സച്ചിൻ്റെ വീട്ടിൽ നിന്നും ലഹരി വസ്തു പിടിച്ചെടുത്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ചെറുപൊതികളിലാക്കി വിൽപ്പന നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി കടക്കൽ മാർക്കറ്റിന് സമീപം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത്. ചടയമംഗലത്തെ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവാണ് പിടിയിലായ സച്ചിൻ. 1.25 കിലോഗ്രാം കഞ്ചാവാണ് സച്ചിനിൽ നിന്ന് പിടികൂടിയത്. കടക്കൽ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ലഹരി മൊത്ത വ്യാപാരമുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പെട്രോൾ ചെയ്ത് വരുന്ന സമയത്താണ് ഈ മങ്കാട് സ്വദേശിയായിട്ട് സച്ചിനിൽ നിന്നും 1.5 കിലോയോളം കഞ്ചാവ് പിടികൂടിയത്. ഞാൻ നാളെ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. തുടർന്നും ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ശക്തമായ പെട്രോളിംഗ് എൻഫോഴ്സ്മെൻറ്റ് വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. കടക്കൽ മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലും രാത്രിയിൽ ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്നായിരുന്നു എക്സൈസിന് ലഭിച്ച വിവരം. ഇവിടെ കുറെക്കാലമായി സച്ചിനും സുഹൃത്തുക്കളും ചേർന്ന് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ചെറുപൊതികളിലാക്കി വിൽപ്പന നടത്തുന്നതായിരുന്നു രീതി. സച്ചിന്റെ സുഹൃത്തുക്കളെക്കുറിച്ചും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരു പോലീസുകാരന് പോലും നീതി കിട്ടാത്തതാണോ നമ്മുടെ നിയമ സംവിധാനം? അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും? കൊല്ലത്ത് 7 വർഷം മുൻപ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് SIയെ വധിക്കാൻ ശ്രമിച്ച കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകുമല്ലേ? കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI കുരികേശുവിനെ ആക്രമിച്ചത് ഒരു ക്രിമിനൽ കേസ് പ്രതിയാണ്. എന്നാൽ കേസിലെ പ്രതി രാജന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതാരുടെ വീഴ്ചയാകാം? തലവൂർ സ്വദേശി രാജനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് കുന്നിക്കോട് സ്റ്റേഷനിലെത്തിച്ച തലവൂർ സ്വദേശി രാജൻ വിലങ്ങഴിക്കാനായി ലോക്കപ്പിൽ കയറിയ അന്നത്തെ GD ചാർജും ഗ്രേഡ് SIയുമായ കുരികേശുവിനെ ആക്രമിച്ചതായാണ് കേസ്. അടിവയറ്റിൽ ആഞ്ഞടിക്കുകയും തലയിൽ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. SI കുരികേശുവിന് ആന്തരിക രക്തസ്രാവമുണ്ടാവുകയും കൈവിരലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തതായും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് നിരീക്ഷിച്ചാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടത്. പുനലൂർ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി ബിജു TV ആണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. കേസിൽ 9 പ്രോസിക്യൂഷൻ സാക്ഷികളെയും 3 പ്രതിഭാഗം സാക്ഷികളെയും വിസ്തരിച്ചു. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ പാറാംകോട് C സജികുമാർ, M ബിനോയ്, അനന്യ LG, അനന്തഗോപൻ AS, സൈന KL എന്നിവർ ഹാജരായി. ന്യൂസ് 18 പുനലൂർ.
മോഷ്ടക്കുറ്റം ആരോപിച്ചുള്ള ക്രൂരമർദ്ദനം, മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി പ്രയോഗം. തമിഴ്നാട് ശിവഗംഗ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായ അജിത് കുമാർ പോലീസ് കസ്റ്റഡിയിൽ അനുഭവിച്ച ക്രൂരത മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതാണ്. ശിവഗംഗ കസ്റ്റഡി മരണം പോലീസിന്റെ ക്രിമിനൽ മനോഭാവമാണ് തുറന്നു കാട്ടുന്നത്. കേസിൽ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെ കസ്റ്റഡി മരണക്കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. മദ്രാസ് ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നീക്കം. ഇതുകൂടാതെ CBCID പ്രത്യേക സംഘവും കേസ് അന്വേഷിക്കും. ആന്തരിക രക്തസ്രാവമാണ് അജിത് കുമാറിന്റെ മരണകാരണം. 30-ലധികം പാടുകളാണ് ദേഹത്തുള്ളത്. അജിത്തിന്റെ മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി തേച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പോലീസ് സ്പോൺസേഡ് കുറ്റകൃത്യമാണെന്നും വാടക കൊലയാളികൾ പോലും ഒരാളെ ഇങ്ങനെ മർദ്ദിക്കില്ലെന്നും കേസ് പരിഗണിക്കവേ ഇന്നലെ കോടതി വിമർശിച്ചിരുന്നു. തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജില്ലാ ജഡ്ജി ജോൺ സുന്ദർലാൽ സുരേഷിനാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ചുമതല. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കൂടാതെ CBCIDയുടെ പ്രത്യേക സംഘവും കേസ് അന്വേഷിക്കും. ഇതിനു പിന്നാലെയാണ് മുഖരക്ഷിക്കൽ നടപടിയെന്നോണം കേസ് CBIക്ക് കൈമാറി സംസ്ഥാന സർക്കാരും ഉത്തരവിറക്കിയത്. അതിനിടെ മോഷണം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്ഷേത്രത്തിലെ CCTV DVR പോലീസ് കൊണ്ടുപോയെന്ന് ക്ഷേത്രഭാരവാഹികൾ കോടതിയെ അറിയിച്ചു. എന്നാൽ പോലീസ് പിടിച്ചെടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇതില്ല. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി സൂക്ഷിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ 5 പോലീസുകാരെ മധുര ജയിലിലേക്ക് മാറ്റി. വഴിപോക്കനായ യുവാവ് പകർത്തിയ ദൃശ്യങ്ങളാണ് ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ പോലീസിന്റെയും സർക്കാരിന്റെയും സകല പ്രതിരോധങ്ങളും തകർത്തത്. അതേസമയം സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരായ പ്രതിഷേധവും കടുപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൗമാരവും യുവത്വവും സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ചെറിയൊരു കയ്യബദ്ധം മതി എല്ലാം താറുമാറാകാൻ. പ്രത്യേകിച്ച് കാറുകളിലും ബൈക്കുകളിലുമുള്ള അഭ്യാസ പ്രകടനവും അമിത വേഗതയും നിരവധി ചെറുപ്പക്കാരുടെ ജീവനെടുത്തിട്ടുണ്ട്. മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവരിൽ പലരും സാഹസിക യാത്ര ലക്ഷ്യമിട്ടാണ് അവിടെ പോകുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയതാണ് ഒടുവിലത്തെ സംഭവം. വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നും വിൻഡോയിൽ ഇരുന്നുമൊക്കെയുള്ള യാത്ര വൻ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. ഇത്തരം സാഹസികത റോഡിൽ പതിവായിട്ടും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.